ഹേയ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ അലീന. അപ്പോൾ ഇന്ന് ഒരു പുതിയ അടിപൊളി സ്റ്റോറി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കേട്ടാലോ. അടയും ചക്കരയും പോലെ ആയിരുന്നല്ലോ, ഇപ്പോൾ എന്തു പറ്റി നിനക്ക്? ഒന്നുമില്ല. അജിത്ത്, കേട്ടില്ലേ? രണ്ടിൻ്റെയും ഇടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. നാളത്തെ പൂജയ്ക്ക് നകുൽ ഇങ്ങോട്ടേക്ക് വരുന്നില്ല പോലും. അവന് ലീവാണ് 3 ദിവസം, എന്നിട്ടും വരുന്നില്ല. ഈ പെണ്ണാണെങ്കിൽ അവനെ ഒന്ന് വിളിക്കാൻ പറഞ്ഞിട്ട് പറയുന്നത് കണ്ടില്ലേ? എന്താ നിമിഷ മോളെ, നിൻ്റെ ഏട്ടനല്ലേ അവൻ? നിമിഷ ബെഡിൽ ചാരിയിരിക്കുന്ന അച്ഛൻ്റെ അടുത്ത് നിന്നും എണീറ്റ് സ്റ്റഡി റൂമിലേക്ക് നടന്നു. അവിടെ തന്നെയാണ് നകുലിൻ്റെ ടേബിളും ഇട്ടിരിക്കുന്നത്. അവൻ്റെ ഫോട്ടോ ആ മഞ്ഞ നിറത്തിലുള്ള സ്റ്റഡി ടേബിളിൻ്റെ മേലെ വെച്ചെടുത്ത് നിന്നും ഒരേറ് കൊടുത്തു. നേരെ പിങ്ക് നിറമുള്ള ബെഡ്ഷീറ്റ് വിരിച്ച ബെഡിലേക്കാണ് അത് വീണത്. അവൾക്ക് ചെറുതായി കരച്ചിലും വരുന്നുണ്ടായിരുന്നു. മുഖം ടേബിളിൽ പൂഴ്ത്തിക്കൊണ്ട് അവൾ പതിയെ തേങ്ങി. കണ്ണുകൾ ഇറുകി അടച്ചതും നകുലൻ്റെ ചിരിച്ച മുഖം അവളുടെ മനസ്സിൽ തെളിഞ്ഞു. ഇരുവരും സ്നേഹം പങ്കുവെച്ച് കെട്ടിപ്പിടിച്ചതും അവളുടെ മനസ്സിൽ വന്നപ്പോൾ അവൾ എണീറ്റുകൊണ്ട് അവൻ്റെ ഫോട്ടോയെ കൈയെത്തിച്ച് എന്നിട്ട് നെഞ്ചോട് ചേർത്ത് കൊണ്ട് പറഞ്ഞു, തെമ്മാടി, ഇങ്ങോട്ട് വാടാ നീ, ഞാനെങ്ങും മിണ്ടില്ല നിന്നോടിനി. സ്നേഹ ഒന്നുകൂടെ നകുലിനെ വിളിച്ചു. ഇത്തവണ അവൻ്റെ ഫോൺ അങ്ങേത്തലയ്ക്കൽ അവനെടുത്തു. എന്താ അമ്മേ? എടാ ചെറുക്ക, നീ എവിടെ പോയിരിക്കുക? ഗ്രൗണ്ടിൽ നിന്ന് വന്നേ ഉള്ളമ്മ. നിമിഷയോട് നിനക്ക് എന്താടാ? എനിക്കെന്ത്, അവളല്ലേ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തതും മെസ്സേജിന് റിപ്ലൈ അയക്കാത്തതും. ശരി, നീ നാളെ കാലത്തിങ്ങ് എത്തിക്കോണം. ചിങ്ങഞ്ചിറയ്ക്ക് പോകാനുള്ളതാ. വല്യച്ഛനും ചെറിയച്ഛനും മക്കളും എല്ലാവരുമുണ്ട്. നീ മാത്രം ഇല്ലാത്തതുള്ളൂ. അത് ഞാനില്ല, എനിക്ക് നാളെ മാച്ചുള്ളതാ. ഓ പിന്നെ, നീ ഒന്നും മിണ്ടാണ്ടിരിക്കും നകുൽ. ദേ, ഞാൻ അച്ഛനോട് കൊടുക്കാം. നകുൽ കുടുങ്ങിയല്ലോ നാഥ എന്ന മട്ടിൽ തലയിൽ കൈവച്ചു. എന്താടാ, നീ വല്ലതും കഴിച്ചോ? അങ്ങേ തലയ്ക്കൽ കടുപ്പിച്ച ഒരു ശബ്ദം. ഒന്ന് വേഗം ഫ്രഷായിട്ട് ചായ കുടിക്കാൻ പോണോ അച്ഛാ? ഇന്ന് രാത്രിയുള്ള ബസ്സിന് വന്നോണം. അത് ഒന്നും ഇങ്ങോട്ട് പറയണ്ട. വരാം. നകുലിൻ്റെ ഉള്ളിൽ അച്ഛനോട് നല്ല പേടിയുണ്ട്. അമ്മയാണ് അവൻ്റെ കൂട്ട്. ലാളിച്ചും കൊഞ്ചിച്ചും അവനെ വഷളാക്കി എന്ന് വേണം പറയാൻ. പക്ഷേ നിമിഷ അങ്ങനെയൊന്നും ആയിരുന്നില്ല. നല്ല കുട്ടി എന്ന് വെച്ചാൽ പഠിക്കാനും മിടുക്കി, നൃത്തം ചെയ്യാനും അറിയാം. ഇപ്പോൾ ബീഫാമിന് ചേർന്നിട്ടേ ഉള്ളൂ. നകുലൻ്റെ അച്ഛൻ അജിത്ത് അവനെ ഷട്ടിൽ കളിക്കാനും പഠിപ്പിച്ചിരുന്നു. പിന്നെ മാച്ചൊക്കെ അവൻ്റെ ഒപ്പം ഇരുന്ന് കാണാറുമുണ്ട്. അങ്ങനെയാണ് അവന് സ്പോർട്സിൽ ഇൻട്രസ്റ്റ് ഉണ്ടായത്. പക്ഷേ നിമിഷയ്ക്കാണ് ഷട്ടിൽ കളിക്കാൻ കൂടുതൽ ഇഷ്ടം. രണ്ടാളും അച്ഛൻ വാങ്ങിക്കൊടുത്ത വെസ്പയിൽ ഗ്രൗണ്ടിൽ ചെല്ലുമ്പോൾ അവൻ ഫുട്ബോളും അവൾ ഷട്ടിലും കളിക്കുന്നത് പതിവാണ്. നിമിഷയ്ക്കും നകുലിനും 1 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അതായത് 18ഉം 19ഉം പ്രായം. ചോര തിളയ്ക്കുന്ന ഈ പ്രായത്തിൽ കുരുത്തക്കേട് കാണിക്കാൻ കൊതിക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷേ നിമിഷയ്ക്കും നകുലിനും കോളേജിലും സ്കൂളിലും ആരോടും പ്രണയമൊന്നും ഉണ്ടായിരുന്നില്ല. ഇരുവരുമെല്ലാം തുറന്നു പറഞ്ഞിരുന്നത് കൊണ്ടാവണം. രണ്ടാളുടെയും കണ്ണിൽ പെർഫെക്റ്റ് ഏട്ടനും അനിയത്തിയും തന്നെയായിരുന്നു. അജിത്ത് തൃശ്ശൂർ ടൗണിലെ ബിൽഡറാണ്. സ്നേഹ അഡ്വക്കേറ്റും. അവരുടെ ഇരുനില വീട്ടിൽ താഴെയും മുകളിലുമായി ധാരാളം മുറികളുണ്ട്. എങ്കിലും ചെറുപ്പം മുതലേ നിമിഷയും നകുലും ഒരു മുറിയിലായിരുന്നു പഠിക്കുന്നതും ഉറങ്ങുന്നതുമെല്ലാം. അത്യാവശ്യം നല്ല വലിപ്പമുള്ള മുറിയാണത്. നകുൽ ചായ മോന്തുന്നതിനിടെ നിമിഷയെ ഒന്നുകൂടെ വിളിച്ചു. അവൾ എടുത്തില്ല. എല്ലാ ആഴ്ചയും അനിയത്തിയെ കാണാൻ വരുന്നവനാണ്. ഇപ്പോൾ ദേ ആഴ്ച 3 ഹോസ്റ്റലിൽ തന്നെ. ബാംഗ്ലൂരിൽ നിന്ന് തൃശ്ശൂർക്ക് അത്ര ദൂരമൊന്നുമില്ല. രാത്രി ട്രെയിൻ കയറിയാൽ രാവിലെ എത്താം. നകുൽ ബസ്സിൻ്റെ സമയം നോക്കി. അത്യാവശ്യം സാധനങ്ങൾ വാരി ബാഗും പാക്ക് ചെയ്ത് ഫ്രണ്ട്സിനോട് യാത്ര പറഞ്ഞ് മുറിയിൽ നിന്നിറങ്ങി. തിങ്കളാഴ്ച ലീവാണ്. ചൊവ്വയും കൂടെ കഴിഞ്ഞിട്ട് തിരിച്ചു വരാം എന്നവൻ മനസ്സിൽ പറഞ്ഞു. ടിക്കറ്റ് മൊബൈൽ ഉപയോഗിച്ച് അവൻ ബുക്ക് ചെയ്തിരുന്നു.
ബസ്സിൽ ജനലോലം ഇരിക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ നിമിഷയുടെ മനസ്സിൽ എന്താണെന്നറിയാതെ കുഴഞ്ഞു. ശരിയാ, പെണ്ണിൻ്റെ മനസ്സ് തുറക്കാൻ പെണ്ണ് തന്നെ വിചാരിക്കണം. എന്നാലും അവളുടെ നെറ്റിയിലും കവിളത്തും ഒരുപാട് ഉമ്മകൾ കൊടുത്തിട്ടുണ്ട്. അമ്മയും അച്ഛനും ഇരുവരെയും 2 മുറിയിൽ ഉറങ്ങിയാൽ മതി എന്നൊക്കെ പറയുമ്പോഴും അവർക്ക് സ്വയം ഇണക്കുരുവികളെ പോലെയാണ് തോന്നുന്നത്. പ്രായപൂർത്തിയായിട്ടും നകുലിനോ നിമിഷയ്ക്കോ ഒരുപാട് സ്വാതന്ത്ര്യമെടുത്തുള്ള പെരുമാറ്റത്തിലോ ഒന്നും തെറ്റായൊന്നുമില്ലായിരുന്നു. അവരുടെ സ്നേഹം അത്രയും പവിത്രവുമായിരുന്നു. കണ്ണ് തുറന്ന് നകുൽ നോക്കുമ്പോൾ ബസ് തൃശ്ശൂർ ടൗൺ എത്തിയിരിക്കുന്നു. ബാഗുമെടുത്ത് പുറത്തിറങ്ങിയതും അച്ഛൻ്റെ വോക്സ് വാഗൻ ജെറ്റയിൽ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയുണ്ട്. സിഗരറ്റ് സ്റ്റൈലായിട്ട് വലിച്ചു പുക വിടുന്നുണ്ട് ആശാൻ. നകുലിന് വലിക്കണമെന്നൊക്കെയുണ്ട് ഉള്ളിൽ. പക്ഷേ തുടങ്ങാമെന്ന് വെച്ചാൽ നിമിഷ സമ്മതിക്കില്ല. അവളോട് ചെയ്ത പ്രോമിസ് അവൾ അടുത്തില്ലെങ്കിൽ പോലും തെറ്റിക്കാൻ അവന് തോന്നാറില്ല. ഈ ബസ്സിന് എത്രയാടാ ചാർജൊക്കെ? 2000 ആവുമോ അച്ഛാ? കൂടുതലാണോ? ഓണം വിഷു വെക്കേഷൻ ആവുമ്പോൾ ഇതിലും കൂടും. കയറിക്കോ, പോകാം. ഞാൻ ഓടിക്കട്ടെ? വേണ്ട, ഇന്നിപ്പോൾ സാറ് വേഗം കയറാൻ നോക്ക്. കയറിയല്ലോ. നകുൽ ബാഗ് പിൻസീറ്റിലേക്കിട്ട് മുന്നിലായിരുന്നു. ഡൽഹിയിൽ നിന്ന് ചെറിയച്ഛനും പിള്ളേരുമൊക്കെ എത്തിയിട്ടുണ്ടോ? ഉണ്ടടാ, അവരെത്തിയിട്ട് 2-3 ദിവസമായി. വീട്ടിലെത്തിയപ്പോഴും നിമിഷയെ അവൻ കണ്ടതേയില്ല. വല്യച്ഛൻ്റെ വീട്ടിൽ നിന്നും ജീപ്പിലാണ് ചിങ്ങഞ്ചിറ പോകുന്നത്. ആയതിനാൽ അവളും അമ്മയും കുളിച്ച ശേഷം അവിടെ ചെന്ന് കാണും. നകുൽ വേഗം കുളിച്ച ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി വല്യച്ഛൻ്റെ വീട്ടിലേക്ക് നടന്നു. വേഷം മുണ്ടും ഷർട്ടുമായിരുന്നു. അവൻ്റെ മുണ്ടും ഷർട്ടും അമ്മ ഒരുപാട് നിർബന്ധിച്ചപ്പോൾ നിമിഷയായിരുന്നു അയൺ ചെയ്തു കൊടുത്തതും. പട്ടുപാവാടയിലായിരുന്നു പെൺപട മുഴുവനും. വല്യച്ഛൻ്റെ 2 പെൺമക്കൾ അനന്തികയും അപർണയും, ചെറിയച്ഛൻ്റെ ഇളയ മകൾ മിഥുവും എല്ലാവരും. നീ ഇപ്പോഴാണോ വരുന്നേ? ഇപ്പോൾ വീടെത്തി കുളിച്ച് ഇങ്ങോട്ടേക്ക് ഇറങ്ങി. വലിയ മുറ്റത്ത് വിശാലമായി കിടക്കുന്ന 3 ജീപ്പുകളിലേക്ക് ഓരോരുത്തരും കയറുമ്പോൾ നകുൽ നിമിഷയെ നോക്കിക്കൊണ്ടിരുന്നു. കരികൂവള മിഴികൾ, അല്പം മലർന്ന കീഴ്ചുണ്ടടങ്ങുന്ന ചുവന്ന തുടുത്ത അതരങ്ങൾ, കോഴിമുട്ടയുടെ ആകൃതിയിലുള്ള മുഖം, ഇടതൂർന്ന മുടിയും ഒതുങ്ങിയ അരക്കെട്ടും, നെറ്റിയിൽ ഇലക്കുറി. അതാണ് നിമിഷ. ആ കുപ്പിവളകളോടും കൈകളോടും അവന് പ്രേമം തോന്നി. വെണ്ണ തോൽക്കും കണങ്കാൽ, ചെറുചെമ്പൻ രോമരാജികളുണ്ടെന്ന് നകുലിന് നന്നായിട്ടറിയാം. പാദത്തിനോട് ചേർന്ന സ്വർണ്ണപാദസ്വരം. അനിയത്തിയുടെ ആ വശ്യ സൗന്ദര്യത്തിൽ നകുൽ ലയിച്ചുപോയി. ഒരുപാട് നാളെയായി അവളെ ഒരു പട്ടുപാവാടയിലൊക്കെ കണ്ടിട്ട്. കഴിഞ്ഞ വിഷുവേലയ്ക്ക് പോലും അവൾ പുളിയിലക്കര സാരിയിലായിരുന്നു. എന്തുടുത്താലും ചേരുന്നതാണ് അവളുടെ ഈ സ്ട്രെച്ചർ. ഈ സൗന്ദര്യം ഇങ്ങനെ നിലനിർത്തുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അവൾ പക്ഷേ ഏട്ടനെ മൈൻഡ് ചെയ്തതേയില്ല. പെൺകുട്ടികളെല്ലാവരും അതിരാവിലെയുള്ള തേച്ചുകുളിയുടെ കുറിച്ച് പറയുന്നത് അവന് കേൾക്കാമായിരുന്നു. അപർണ നകുലിനോട് ഹായ് പറഞ്ഞപ്പോൾ അവനും ഹായ് പറഞ്ഞു. അപർണ അങ്ങോട്ടേക്ക് നോക്കുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നിമിഷ പോവാൻ നേരെ അപർണയും നിമിഷയും കൂടെ അപർണയ്ക്ക് മൂത്രമൊഴിക്കണം എറിഞ്ഞപ്പോൾ വീട്ടിലേക്ക് വീണ്ടും കയറിപ്പോയി. നിമിഷ തിരിഞ്ഞു നടക്കുമ്പോൾ പിന്നഴക് അവനെ ഹരം കൊള്ളിച്ചു. എടാ, നീ വരുന്നില്ലേ? കേറടാ നകുലേ എന്ന് ചെറിയച്ഛൻ ബഹളം വെച്ചപ്പോൾ അവസാനത്തെ ജീപ്പിൻ്റെ പിറകിലേക്ക് നകുലും വേഗം കയറി. കഷ്ടിച്ചിരിക്കാനുള്ള സീറ്റേ ഉള്ളൂ അതിൽ. അകന്ന ബന്ധത്തിലുള്ളവരും പൂജയ്ക്കെത്തിയിട്ടുണ്ട്. 5 മിനിറ്റിന് ശേഷം അപർണയും നിമിഷയും വന്നപ്പോൾ ആദ്യത്തെ 2 ജീപ്പ് പുറപ്പെട്ടിരുന്നു, നേരം വൈകിയെന്നും പറഞ്ഞ്. പിന്നെ അവസാനം മുറ്റത്തുള്ള ജീപ്പിൽ മുഴുവനും ആള് നിറഞ്ഞിരുന്നു. 1-2 പേർ ജീപ്പിൻ്റെ പുറകിൽ തൂങ്ങി നിൽക്കുന്നുമുണ്ട്. അയ്യോ, എനിക്ക് സീറ്റില്ലേ? ഞാനെങ്ങും വരുന്നില്ല, അപർണ കാറി.
നീ വാ, മടിയിലിരിക്കാം. ചെറിയച്ഛൻ അവളെ മടിയിലിരിക്കാൻ വിളിച്ചതും അപർണ ജീപ്പിലേക്ക് പിടിച്ചു കയറി. എന്നിട്ടവൾ അച്ഛൻ്റെ മടിയിലിരുന്നു. എടി, നീ എന്താ വരുന്നില്ലേ? അമ്മാന്തിച്ചുള്ള നിൽപ്പ് തുടരുമ്പോൾ അപർണ നകുലിനെയും നിമിഷയെയും മാറി മാറി നോക്കി പറഞ്ഞു. എടി, നീ നകുലിൻ്റെ മടിയിലിരുന്നോ? പണി പാലും വെള്ളത്തിൽ കിട്ടിയ പോലെയായി നിമിഷയുടെ അവസ്ഥ. അമ്മയും അച്ഛനുമൊക്കെ മുന്നിലെ ജീപ്പിൽ പോയിരിക്കുന്നു. ഇതിപ്പോൾ കുടുംബത്തിലെ അകന്ന ബന്ധുക്കൾ ആരെല്ലാമോ ആണ് ജീപ്പിൽ. പോകാതെ ഇരിക്കാനും വയ്യ. നഖം കടിച്ചുകൊണ്ട് നിമിഷ ഒരു നിമിഷം നിന്നു. നകുലാവട്ടെ ചെറിയൊരു ചിരിയോടെ നിമിഷയെ തന്നെ നോക്കിയിരുന്നു. തൻ്റെ പേരിലാണ് ഇത്തവണത്തെ പൂജ. ജാതകദോഷത്തിൽ നിന്നും മുക്തി നേടാൻ വേണ്ടിയാണെന്ന് അമ്മയും അച്ഛനും പറഞ്ഞതോർത്തുപോയി. മറ്റു പോംവഴിയില്ലാതെ നിമിഷ ജീപ്പിനടുത്തേക്ക് നടന്നു. നകുലാവട്ടെ അവളെ നോക്കി ചിരിക്കാതെ ഇരിക്കാൻ ശ്രമിച്ചു. അവളുടെ സ്വഭാവം നല്ല പോലെ അവനറിയാം. അവളെ നോക്കി ചിരിച്ചാൽ ഉറപ്പാണ് അവൾ കളിയാക്കുന്ന പോലെ അതെടുക്കുള്ളൂ എന്ന്. പനങ്കുല പോലുള്ള ഈറം മുടി അവൾ മുന്നിലേക്കിട്ടു. നകുലിനെ നോക്കാതെ തന്നെ അവൻ്റെ മടിയിലേക്കിരിക്കുമ്പോൾ അപർണ നകുലിനെ നോക്കി ചിരിച്ചു. മറ്റൊന്നുമല്ല, രണ്ടാളും ത്രികോണ വടിവിൽ തെറ്റിയിരിക്കുന്നത് അവൾക്കും അറിയാം. എടോ പാണ്ടി ഡ്രൈവറെ, വണ്ടി എടുക്കടോ. എല്ലാവരും കയറിയോ? ആ, കയറി. ജീപ്പ് സ്റ്റാർട്ടായി. ഡ്രൈവർ ഒരു തമിഴനായിരുന്നു. ജീപ്പിൽ നിന്നും തമിഴ് പാട്ടുകൾ ഓരോന്നായി പാടിക്കൊണ്ടിരുന്നു. അതിനിടയിൽ ഒരു പാട്ട് വന്നപ്പോൾ അപർണയ്ക്ക് ചിരി അടക്കാനായില്ല. താമരപ്പൂക്കം തന്നിക്ക് നിനക്ക് സന്തായെ വന്നതില്ല എന്നായിരുന്നു പഴയൊരു റിട്രോ സോങ്. പക്ഷേ അതിൻ്റെ അർത്ഥം അപർണ ചിരിച്ചപ്പോഴാണ് നകുലിന് നിമിഷയ്ക്ക് മനസ്സിലാവത്. നിമിഷയാകട്ടെ അപർണയെ ഒരു നുള്ളു കൊടുത്ത് അടങ്ങിയിരിക്കാൻ പറഞ്ഞു. അവൾ കുറേ നേരമായി കണ്ണുകൊണ്ട് ഓരോ ആംഗ്യം കാണിച്ചും ചിരിച്ചും നിമിഷയെ കളിയാക്കാൻ തുടങ്ങിയിട്ട്. ജീപ്പ് മെയിൻ റോഡിൽ നിന്നും ഉരുളൻ കല്ലുള്ള വീതി കുറഞ്ഞ റോഡിലേക്ക് കയറി. ഇനി അങ്ങോട്ട് ജീപ്പ് പതിയെ പോകുള്ളൂ. ഏതാണ്ട് 1 മണിക്കൂറെങ്കിലും എടുക്കും ചിങ്ങഞ്ചിറ എത്താൻ. ഒരു മലയടിവാരത്തിലാണ് ആ അമ്പലം. നിറയെ ആൽമരങ്ങൾ, അതിന് ചുറ്റും ഒരു പ്രതിഷ്ഠ. അതാണ് ചിങ്ങഞ്ചിറ. നിമിഷ അവൻ്റെ മടിയിൽ നിന്നും ജീപ്പിൻ്റെ കുലുക്കത്തിനനുസരിച്ച് ഉയർന്നു പൊങ്ങിത്താന്നു. അവളെ തോളിൽ പിടിച്ചമർത്തിക്കൊണ്ട് നകുൽ അവളെ ബലമായി ഇരുത്തുമ്പോൾ അപർണ അത് കണ്ട് ചിരിച്ചു. നകുലിനെ തൊടണ്ട. ഭദ്രകാളിയുടെ ആ നോട്ടത്തിൽ നകുലിൻ്റെ ഉള്ളു പിടഞ്ഞു. പിന്നെ നീ തെറിച്ചു പോവില്ലേ? തല മുട്ടും പെണ്ണെ കമ്പിയിൽ. എന്തിനാ എൻ്റെ മുത്തേ എന്നോടുത്ത ദേഷ്യം? നിമിഷയുടെ ചെവിയിൽ പതിയൊന്നും മുഴിഞ്ഞു. ഒന്നുമില്ല. പറയടാ, നമുക്കിടയിൽ എന്തിനാ? കണ്ടില്ലേ എല്ലാവരും കളിയാക്കുന്നത്? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ എന്നെ കൊന്നോ നീയെ? അവൾ തുറിച്ചു പിടിച്ചൊരു നോട്ടം നോക്കി. നകുൽ മുല്ലപ്പൂ ചൂടിയ സർവാംഗ വിഭൂഷിതയായ പെണ്ണിൻ്റെ നറുമണം മൂക്കിലേക്ക് തുളച്ചു കയറുന്നത് ആസ്വദിച്ചിരുന്നു. ഇന്നെന്താ നല്ല മണം? അയ്യടാ, കൊഞ്ചണ്ട. കൊഞ്ചുന്നില്ല. നകുലിൻ്റെ കൈകൾ നിമിഷയുടെ കൈകളിലെ അവളുടെ വളകളെ തൊട്ടുഴിഞ്ഞു. നകുൽ അവളുടെ കാതിൽ ഇക്കിളിയാക്കിക്കൊണ്ട് ചോദിച്ചു, പിണക്കം മാറിയോ എൻ്റെ മുത്തിന്? ഇല്ല. ഇതിനുള്ള മറുപടി വൈകിട്ട് ഞാൻ പറയാം. നിമിഷ കലിപ്പോടെ നകുലിനെ നോക്കുക മാത്രം ചെയ്തു. പക്ഷേ ഏട്ടനോട് ചേർന്നിരിക്കുമ്പോൾ അവളുടെ ദേഷ്യത്തിൻ്റെ കാഠിന്യം അല്പാൽപമായി കുറയുകയായിരുന്നു. അവളുടെ നീരസത്തിൻ്റെ കാരണമറിയാൻ ഇനി രാത്രി വരെ കാത്താൽ മതിയല്ലോ എന്നോർത്തപ്പോൾ നകുലിൻ്റെ ഉള്ളിൽ മഞ്ഞുള്ള ഇളം കാറ്റ് താനേ വീശുകയായിരുന്നു. ചെവിയിൽ ഇക്കിളിപ്പെടുത്തുന്ന കുസൃതി നകുലിൻ്റെ ഇഷ്ടവിനോദമാണ്. നിമിഷയ്ക്കും അതൊരുപാട് ഇഷ്ടമാണ്. അതുപോലെ ഏട്ടന് മാത്രം അവകാശവും അധികാരവുമുള്ള തന്നെ അവൾ ഒന്നുകൂടെ അവനിലേക്ക് ചാരിയിരിക്കുമ്പോൾ അപർണയ്ക്ക് സംശയമൊന്നും തോന്നിയതേയില്ല. അധികം താമസിയാതെ ജീപ്പ് കിതച്ചുകൊണ്ട് നിന്നതും നിമിഷ എണീറ്റുകൊണ്ട് ജീപ്പിൽ നിന്നും ഇറങ്ങി. നിമിഷയ്ക്ക് നകുലിൻ്റെ കുസൃതികൾ ഒരുപാട് ഇഷ്ടമാണ്. നിമിഷയും നകുലിനോട് കുസൃതി കാണിക്കാറുണ്ട്. നെറ്റി കൊണ്ട് നകുലിൻ്റെ നെറ്റിയിൽ മുട്ടിക്കുക, ഇടയ്ക്ക് സ്നേഹം കൂടുമ്പോൾ തോളി കടിക്കുക, ഇങ്ങനെ ഓരോ കുസൃതികൾ.
ഇരുവരും സ്റ്റഡി ടേബിളിലിരുന്ന് പഠിക്കുമ്പോൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിമിഷ നേരെ വന്ന് നകുലിൻ്റെ മടിയിലാണ് ഇരിക്കുക. അതവർ കുഞ്ഞുനാളിൽ മുതലേ തുടങ്ങിയ ശീലമാണ് താനും. അപർണയ്ക്കും ഇടയ്ക്കൊക്കെ നകുലിനെയും നിമിഷയെയും കാണാൻ ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഇവർ ഇതുപോലെ ഇരിക്കുന്നതും കൊഞ്ചുന്നതുമെല്ലാം കാണാറുണ്ട്. ആങ്ങളെയും പെങ്ങളും അത്രയ്ക്ക് എന്ന കാര്യം അപർണയെപ്പോലെ മറ്റ് കസിൻസും ഒരുപോലെ വിശ്വസിച്ചിരുന്നു. ചിലർക്ക് പക്ഷേ ഇരുവരോടും അസൂയയും ഉണ്ടായിരുന്നു. എല്ലാവരും ചിങ്ങംചിറയിലെത്തി. വലിയൊരു കുളവും ചുറ്റും ആൽമരമൊക്കെയുള്ള നല്ല ദൈവീകമായ ആംബിയൻസ് ഉള്ള സ്ഥലമാണ്. അവിടെ പൂജകളൊക്കെ ഗംഭീരമായി കഴിഞ്ഞു. നിമിഷയ്ക്ക് വേണ്ടിയുള്ള വഴിപാടുകൾ നടക്കുമ്പോൾ അവളുടെ വയറിൽ നിലവിളക്കും കർപ്പൂരവും കൊണ്ടൊഴിഞ്ഞു പൂജാരി പറഞ്ഞു, 3 കുട്ടികൾ ഉറപ്പായും ഇവൾക്കുണ്ടാകും. അത് പറയുമ്പോൾ അമ്മയും അച്ഛനും ചിരിക്കുന്നത് നിമിഷ കണ്ടു. പക്ഷേ നകുലൻ്റെ മുഖത്തൊരസൂയയും നീരസവും ദേഷ്യവും കണ്ടപ്പോൾ നിമിഷയുടെ ഉള്ളിൽ അന്താളിപ്പ് പ്രകടമായി. ഏട്ടൻ എന്താകും അങ്ങനെ മുഖം വെച്ചതെന്ന് അവൾക്ക് ഓർത്തപ്പോൾ ഒരെത്തും പിടിയും കിട്ടിയതുമില്ല. കോഴിയറുത്ത് പൂജയും അതിൻ്റെ പ്രസാദം കൊണ്ട് അവിടെ തന്നെ കറിയും എല്ലാവരും ചേർന്നുണ്ടാക്കി. കോഴിയിറച്ചി കുമ്പളങ്ങയുടെ കൂടെ വയ്ക്കുന്ന കറിയാണ്, ഒപ്പം ചോറും. അവിടെ ആൽമരത്തിന് കീഴെ തന്നെ എല്ലാവരും പായ വിരിച്ച് ഊണ് കഴിച്ചു. ഇവിടെ അടുത്തൊരു വെള്ളച്ചാട്ടമുണ്ട്, സീതാറുകുണ്ട് എന്നാണ് അതിൻ്റെ പേര്. അവിടേക്കും എല്ലാവരും കൂടെ ചെന്നു. നകുലും നിമിഷയും മാത്രം വെള്ളത്തിലേക്ക് ഇറങ്ങിയില്ല. ബാക്കി എല്ലാവരും വെള്ളത്തിലിറങ്ങി കളിക്കുകയെല്ലാം ചെയ്തു. പിന്നെ ഏതാണ്ട് 3 മണിയോടെ അടുപ്പിച്ചാണ് അവർ ജീപ്പിലേക്ക് കയറിയത്. തിരികെ വരുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും പൊന്നുമോൾ അവരുടെ കൂടെ മുൻസീറ്റിലായിരുന്നു. നകുൽ അതേ ജീപ്പിൽ പുറകിലും. നകുലിനെ ഇടം കണ്ടിട്ട് നോക്കുമ്പോൾ അവൻ പക്ഷേ നിമിഷയെ നോക്കാതെ മറ്റേതോ ലോകത്തായിരുന്നു. നേരെ തറവാട്ടിലേക്ക് ചെന്ന ജീപ്പ് എല്ലാവരും അവിടെ ഇറങ്ങിയ ശേഷം ചായകുടിയും സൊറ പറയലുമായി നേരം പോയി. ഏതാണ്ട് 7 മണിയോടെയാണ് നകുലിനും നിമിഷയും അവരുടെ വീട്ടിലേക്ക് എത്തിച്ചേർന്നത്. അപ്പോഴും രണ്ടാളുടെ മനസ്സിലും എന്തെല്ലാമോ ആശയക്കുഴപ്പങ്ങളുണ്ടായിരുന്നു. രാത്രി അത്താഴം കഴിഞ്ഞ ശേഷം അമ്മ നകുലിനോട് ചോദിച്ചു, എന്താടാ നിന്റെ അനിയത്തിയുടെ പിണക്കം മാറിയില്ലേ? ഇനിയും കണ്ടിട്ടും രണ്ടാളും മിണ്ടുന്നതേ ഇല്ലല്ലോ. ആ മിണ്ടണ്ട. എന്താടാ നിനക്കും വാശിയായോ? കെട്ടിച്ചു കൊടുക്കും വരെയുള്ളൂ നിനക്ക് അവളോടുള്ള അവകാശവും അധികാരവുമൊക്കെ. നകുലിൻ്റെ ഉള്ളിൽ തറച്ച പോലെ ആയിരുന്നു അമ്മയുടെ വാക്കുകൾ. ഇല്ലമ്മേ, എനിക്ക് അവളോട് ദേഷ്യമൊന്നുമില്ല. സീമന്തപുത്രൻ വിതുമ്പുന്ന പോലെ തോന്നിയപ്പോൾ നകുലിനെ അമ്മ മാറോടണച്ചു. ആ ദിവസത്തെ അലച്ചിൽ കൊണ്ടാവാം നിമിഷം നല്ല പോലെ വിയർത്തിരുന്നു. അവൾ നല്ല പോലെ തേച്ചു കുളിച്ച ശേഷം നകുലിന് ഏറ്റവും ഇഷ്ടമുള്ള റെഡ് ചുരിദാർ ഇട്ടുകൊണ്ട് ബെഡ്റൂമിലെത്തി. നകുൽ അവിടെ കമ്പ്യൂട്ടറിൽ ബ്രൗസ് ചെയ്യുകയായിരുന്നു. നകുലേട്ടാ, നിനക്കല്ലേ എന്നോട് ദേഷ്യം? വേണ്ട, മിണ്ടണ്ട. നിമിഷ പതിയെ വാതിൽ ചാരിക്കൊണ്ട് ഈറൻ മുടി മുന്നിലേക്കിട്ടപ്പോൾ അതിൻ്റെ മണവും ഭംഗിയും കണ്ട് നകുൽ അവളെ കണ്ണിമയ്ക്കാതെ നോക്കി. അവൾ പതിവ് പോലെ കൊഞ്ചിക്കൊണ്ട് നകുലിൻ്റെ മടിയിലേക്കിരുന്നപ്പോൾ വേണ്ട എണീക്ക് എന്നവൻ പറഞ്ഞവളെ തള്ളി. ദേ അച്ഛനോടും അമ്മയോടും പറഞ്ഞു കൊടുക്കുവേ. എന്ത്? ഓ, ഒന്നും അറിയാത്ത പോലെ. ഏട്ടാ, എന്താ മോളെ? എന്നെ അനിയത്തിയായിട്ട് തന്നെയാണോ ഏട്ടൻ കാണുന്നേ? എന്താടി നീ അങ്ങനെ ചോദിക്കുന്നേ? ഇതെന്താ ഇതിൻ്റെ അർത്ഥമെന്ന് ചോദിച്ചുകൊണ്ട് ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ സ്ക്രീനിലെ സി ഡ്രൈവിൽ ഒളിപ്പിച്ച ഓരോ ഫോൾഡറായി അവൾ ഓപ്പൺ ചെയ്തു. ബ്രോസിസ് റിലേഷൻ എന്ന പേരുള്ള ഫോൾഡറായിരുന്നു അവസാനം എത്തിയത്. അയ്യോ എടി ഇതെനിക്കറിയില്ല. മേ ബി ആ അശ്വന്ത് ആയിരിക്കും. അവനാണ് ഇങ്ങനെയുള്ള കളക്ഷൻ ഇതിലേക്ക് കോപ്പി ചെയ്യാമെന്ന് പറഞ്ഞത്. അന്ന് അവനത് കോപ്പി ചെയ്യാനും തുടങ്ങി. പക്ഷേ ആ സമയം തന്നെ അവൻ്റെ അമ്മ അത്യാവശ്യമായി വീട്ടിലേക്ക് വരാനോ മറ്റോ ഫോൺ വിളിച്ചപ്പോൾ വേഗം പെൻഡ്രൈവ് ഊരിയെടുത്ത് പോവുകയായിരുന്നു.
ആ, ഇനി അവൻ്റെ മണ്ടയ്ക്ക് വെക്ക്. അയ്യോ നിമിഷേ, അവനാണിത് കൊണ്ടുവന്നത്. ശരി, വിശ്വസിച്ചു. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതാ സത്യം. ഈ ഫോൾഡർ കണ്ടപ്പോൾ തുറന്നു നോക്കിയില്ലേ? എനിക്ക് നല്ല ദേഷ്യമാ വന്നത്. കൊല്ലാൻ തോന്നി. പിന്നെന്തേ, കൊല്ലുന്നില്ലേ? എന്തു പറ്റി? അത് നീ പറമോളെ. അല്ല, ഞാൻ മനസ്സിലാക്കുകയായിരുന്നു. എന്ത്? ഒന്നുമില്ല. പറ പെണ്ണേ. പൂജ ചെയ്യുന്ന സമയത്ത് ഏട്ടൻ്റെ മുഖം എന്താ വാടിയത്? അത് കണ്ടപ്പോൾ എനിക്ക് നിനക്ക് ഉള്ളിലെന്തോ, മനസ്സിലോ? പിന്നെ ഞാൻ വേറെ കിട്ടി 3 പിള്ളേരുണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ അല്ലേ ഏട്ടന് സങ്കടമായത്? അതെന്തോ എനിക്കപ്പോൾ എന്തോ പോലെ തോന്നി. ഞാൻ ഈ വീട് വിട്ടു പോകുന്നതോർത്ത് ഏട്ടന് സങ്കടം വന്നതാണല്ലേ? അല്ലേലും എനിക്ക് വേറെ ആരെയും കല്യാണം കഴിക്കണമെന്നൊന്നുമില്ല. ഏട്ടൻ തന്നെയല്ലേ ആരെയും പ്രേമിക്കണ്ട എന്ന് എന്നോട് പറഞ്ഞത്. ഞാൻ ഇന്നിവിടെ ഏട്ടൻ്റെ കൂടെ ഉറങ്ങാൻ പോകുന്നത്. ഏട്ടന് ഏറ്റവും ഇഷ്ടമുള്ള ചുരിദാർ അതുകൊണ്ടല്ലേ ഇട്ടത്. ഈ കുറുമ്പൻ്റെ പിണക്കം മാറട്ടെ എന്ന് കരുതി. എന്നിട്ട് നിമിഷ നെറ്റി കൊണ്ട് നകുലിൻ്റെ നെറ്റിയിൽ ഒരിടി കൊടുത്തു. എന്തിടിയാണ് പെണ്ണേ, എനിക്ക് നന്നായി വേദനിച്ചു. നിമിഷേച്ചി, അപർണയുടെ ശബ്ദമാണ്. ഇരുവരും ലാപ്ടോപ്പിലേക്ക് നോക്കിയിരിക്കുമ്പോൾ അപർണ വന്നിട്ട് ചോദിച്ചു, ഓഹോ, രണ്ടും കൂടെ അടയും ചക്കരയുമായോ? ഭാഗ്യം. നീ എപ്പോൾ വന്നു? ഇപ്പോൾ വന്നതേയുള്ളൂ ചേച്ചി. ഞാൻ വന്നതും കരണ്ടും പോയി. നിങ്ങൾ രണ്ടും ഇവിടെ എന്ത് ചെയ്യുക? എന്താ താഴേക്ക് വരാത്ത എന്ന് നോക്കാൻ വന്നതാ ഞാൻ. ലാപ്ടോപ്പിൽ എന്താ നോക്കുന്നേ? അങ്ങനെയൊന്നുമില്ല. ഇവളെന്തോ ട്വിറ്ററിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ലോഗിൻ ചെയ്തതാ. അപർണ നിമിഷയെക്കാളും 2 വയസ്സിളയതാണ്. ചേച്ചി, അവിടെ പിള്ളേരെല്ലാം കൂടെ എൻ്റെ മുറിയിൽ കിടപ്പാ. ആ നവീനുണ്ടല്ലോ, അവൻ എന്നോടുള്ള ദേഷ്യത്തിന് പിള്ളേരെ എല്ലാം വിളിച്ച് മുറിയിൽ കയറ്റി. ഞാൻ ഇനി പോകുന്നില്ല. ഇന്ന് ചേച്ചിയുടെ കൂടെ കിടന്നോട്ടെ. നകുലിൻ്റെ മുഖത്തേക്ക് അവൾ തിരിഞ്ഞു നോക്കാൻ ശ്രമിക്കുമ്പോൾ അവൾ പറഞ്ഞു, കിടന്നോ. താങ്ക് യു ചേച്ചി എന്ന് പറഞ്ഞിട്ട് നിമിഷയെ കെട്ടിപ്പിടിക്കാൻ അവൾ ടേബിളിൻ്റെ അരികിൽ ഒന്നുകൂടെ ചേർന്നു. വീഴാൻ തുനിഞ്ഞ അപർണയെ പിടിച്ച് നിമിഷ കൈ എത്തിച്ച് പിടിച്ചു. നിന്റെ ബോയ്ഫ്രണ്ട് എന്ന് വിളിച്ചോ? ചേച്ചി, നീരസത്തോടെ അപർണ നിമിഷയെ നുള്ളി. എന്തായാലും നീ ഇങ്ങോട്ട് വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി അവനെ വിളിക്കാനാണെന്ന്. വിരിച്ചിട്ടുണ്ടല്ലോ, ചെല്ല്, പതുക്കെ കൊഞ്ചിക്കോ, പോ. അമ്പടി, അപ്പോൾ അതാണ് ഉദ്ദേശമല്ലേ? നകുൽ അപർണയുടെ ചെവിയിൽ ഒരു നുള്ളു കൊടുത്തപ്പോൾ അവളൊന്ന് നാണിച്ചു. വേഗം വിരിച്ചു വെച്ച കിടക്കയിലേക്കെടുത്ത് ചാടി. പുതപ്പുകൊണ്ട് അവളെ ആകെ മൂടിക്കൊണ്ട് അവൾ കാമുകനെ വിളിക്കാനും തുടങ്ങി. എന്നാൽ നമുക്ക് ഉറങ്ങിയാലോ? നിമിഷ പനങ്കുല പോലുള്ള മുടി അഴിച്ചിട്ടു. യക്ഷിയെ പോലെ അവൾ അവൻ്റെ മുന്നിൽ തിരിഞ്ഞു നിന്നുകൊണ്ട് ലൈറ്റ് അങ്ങ് ഓഫാക്കി. സമയം ഏതാണ്ട് 9 കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം ഡോറിൻ്റെ താഴുകൂടെ ഇട്ടുകൊണ്ട് അവൾ അവൻ്റെ കൈ കോർത്തു പിടിച്ചു. മുറിയുടെ പുറത്താകെ മഴ ഉല്ലാസ പെയ്ത് നടത്തുകയാണ്. ഏതാണ്ട് പുലരുമ്പോൾ മഴ പൂർണ്ണമായി നിന്നിരുന്നു. ഏതാണ്ട് 8 മണിയായപ്പോഴാണ് അപർണ പുതപ്പ് വലിച്ചുകൊണ്ട് ഇരുവരെയും വിളിക്കുന്നത്. പിണക്കം മാറിയപ്പോൾ എന്താ രണ്ടാളും കൂടെ കിടക്കുന്ന കിടപ്പ്? എനിക്കിതുപോലൊരു ഏട്ടനില്ലാതായി പോയല്ലോ എന്നവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് നിമിഷയെ തട്ടി ഉണർത്തി. ക്ഷീണം എന്നവൾ അപർണയെ പാതി തുറന്ന് കണ്ണുകൾ കൊണ്ട് നോക്കി കൊഞ്ചി. കുറച്ചു നേരം കൂടെ വിളിച്ചു മടുത്തപ്പോൾ അപർണ ഫോണും എടുത്ത് താഴേക്ക് വന്നു. സ്നേഹിയും അജിത്തും കൂടെ അവളോട് ചോദിച്ചു, നീ എണീറ്റോ? എവിടെ തേനും പഞ്ചസാരയും? കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നുണ്ട്.
നീ പല്ല് തേച്ചിട്ട് ഇങ്ങോട്ട് തന്നെ വാ, അപ്പോഴേക്കും ഞാൻ അവരെ ഉണർത്താം. കഴിക്കാൻ റെഡിയാക്കിയിട്ടുണ്ട്, സ്നേഹ പറഞ്ഞു. ശരി വല്യമ്മേ. സ്നേഹ മുടി ഉച്ചിയിൽ കെട്ടിവെച്ചുകൊണ്ട് മേലേക്ക് ചെന്നു. എണീക്ക് നകുൽ. പെങ്ങളുടെ തോളിൽ തലവെച്ച് കിടന്നുറങ്ങുന്ന ആങ്ങളയുടെ ചന്തിയിൽ പതിയെ സ്നേഹ അടിച്ചു. നകുൽ കണ്ണു തുറന്നുകൊണ്ട് തിരിഞ്ഞു നോക്കി. അമ്മ. എണീക്കടി കാന്താരി. നിമിഷയും ഒരടി കൊടുത്തുകൊണ്ട് എണീപ്പിച്ചു. രണ്ടാൾക്കും ബ്രഷും പേസ്റ്റും സ്നേഹ തന്നെ എടുത്തു കൊടുത്തു. ഇരുവരും റെസ്റ്റ് റൂമിൽ കയറി പെടുത്തു, ഒന്നിച്ച് തന്നെ. ശേഷം ബ്രഷ് ചെയ്ത് താഴേക്ക് വന്നപ്പോൾ അപർണ അവിടെ ഉണ്ടായിരുന്നു. ടേബിളിൽ പുട്ടും മുട്ടക്കറിയും റെഡിയായിരുന്നു. നകുൽ ഇരുന്നപ്പോൾ നിമിഷ അവൻ്റെ അടുത്തിരുന്നു. അവളുടെ നീളൻ മുടി മുന്നിലേക്കിട്ടിരുന്നു. ധൃതിയിൽ അങ്ങോട്ടേക്ക് വന്ന അജിത്ത് നിമിഷയുടെ തലയിൽ ഒരു മുത്തം കൊടുത്തുകൊണ്ട് പുറത്തേക്കിറങ്ങി. അച്ഛൻ്റെ മുണ്ടും ഷർട്ടും ഉടുത്ത വേഷം കണ്ട് നകുൽ ആരാധനയോടെ അജിത്തിനെ നോക്കി. സ്നേഹ, ഞാൻ ഉച്ചയാകും എത്താൻ. ശരി. എല്ലാവരും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അപർണ ബോംബ് പോലെ അതെടുത്ത് പൊട്ടിച്ചു. ഇന്നലെ കട്ടിലിൽ കിടന്ന് രണ്ടാളും കൂടെ അടിപിടി കൂടുകയായിരുന്നു വല്യമ്മേ. അത് കേട്ട നിമിഷം കഴിച്ചുകൊണ്ടിരുന്ന നകുലിൻ്റെ തൊണ്ട ഇടറി ചുമച്ചു. അടുത്തിരുന്ന നിമിഷ നകുലിനെ നോക്കി അവളുടെ ഗ്ലാസ്സിലെ വെള്ളം അവനായി നീട്ടി കുടിപ്പിച്ചു. ഇവളെന്നെ ഇടിക്കാനും കുത്താനും ഒക്കെ നോക്കിയതാ അമ്മേ. വെള്ളം വേഗം ഒരു കവിൾ കുടിച്ച ശേഷം നകുൽ പറഞ്ഞൊപ്പിച്ചു. മതി മതി, അതും ഇതും പറഞ്ഞ് രണ്ടാളും കഴിച്ചേ. കഴിച്ചു കഴിഞ്ഞ ശേഷം നകുൽ ബൈക്കുമെടുത്ത് ടൗണിലേക്ക് ഒന്ന് പോയി. തിരിച്ചു വന്നപ്പോൾ നിമിഷ തറവാട്ടിൽ പോയിരിക്കുകയാണെന്ന് അമ്മ പറഞ്ഞു. അവനും അവളെ വിളിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ പിള്ളേരെല്ലാം കൂടെ കളം വരച്ച് കളിക്കുകയാണ്. നിമിഷയും അപർണയും കൂടെ മേലെയുള്ള മുറിയിലായിരുന്നു. ചെറിയച്ഛനോട് കുറച്ച് സംസാരിച്ച ശേഷം അവൻ നിമിഷയെ കാണാൻ മേലെ പോയി. നിമിഷ രാവിലെ നകുൽ പോയ ശേഷം മേല് കഴുകിയിരുന്നു. അതുപോലെ മുട്ടുവരെ മാത്രം ഇറക്കമുള്ള കറുത്ത നിറമുള്ള കുട്ടിപ്പാവാടയും ഇളം പച്ച നിറത്തിലൊരു ഷർട്ടും മാത്രം. കറുകറുത്ത സമൃദ്ധമായ മുടി പിന്നിലേക്ക് വിരിച്ചിട്ട് നിൽപ്പാണ്. ആഹാ, നിന്നെ വിളിക്കാൻ ദേ നകുലേട്ടൻ വന്നല്ലോ. ഞാൻ ചുമ്മാ വന്നതാ, അവിടെ ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചിട്ട്. ബൈക്കെടുത്തിട്ട് പോയപ്പോൾ ഞാൻ കരുതി മഴയെല്ലാം കൊണ്ടിട്ട് തിരിച്ചു വരുള്ളൂ എന്ന് അപർണ പറഞ്ഞു. മഴ ഇനിയിപ്പോൾ രാത്രിയല്ലേ? ചിലപ്പോൾ ഉച്ചയ്ക്കും പെയ്യും. നീ എന്തിനാ വന്നത്? അവളൊരു ബുക്ക് തരാമെന്ന് പറഞ്ഞ് വന്നതാ. ഏത്, നീർമാതളം പൂത്ത കാലമോ? അവിടേക്ക് ചെറിയമ്മ കയറി വന്നപ്പോൾ അവരും കുശലം പറച്ചിലിൽ കൂട്ടുചേരുകയായിരുന്നു. ഊണ് കഴിക്കാൻ നേരമായപ്പോൾ എല്ലാവരും കൂടെ നിലത്തിരുന്നു. വാഴയിലയിൽ കുറുകിയ മട്ടൻ കറിയും ചോറും രസവും പപ്പടവും വിളമ്പി. കഴിച്ച ശേഷം നകുലും നിമിഷയും പിന്നെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നിറങ്ങി. നല്ല മഴക്കോളുണ്ടായിരുന്നു. രണ്ടാളും കൈപിടിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ സ്നേഹയും അജിത്തും വെറ്റിലയും മുറുക്കി കാത്തിരിക്കുകയായിരുന്നു ഉമ്മറത്ത്. കഴിച്ചോ നിങ്ങൾ? ചോറും മട്ടൻ കറിയും. അമ്മേ, ദേ മഴ. അയ്യോ, ടെറസിൽ നിന്നും തുണി എടുക്കണം. ഞങ്ങളെടുക്കാം. നിമിഷയും നകുലും കൂടെ ടെറസിലേക്ക് കയറി മഴച്ചാറ്റൽ തുടങ്ങിയിരുന്നു. അവൾ കൈയെത്തി മഴവെള്ളം നകുലിൻ്റെ മേലിലേക്ക് തെറിപ്പിച്ചു. രണ്ടാളും വേഗം തുണിയെല്ലാം എടുത്ത ശേഷം അത് താഴെ ഹാളിൽ സോഫയുടെ മേലെ ഇട്ടു. ഇത്തിരി പഠിക്കാനുണ്ട്, നാളെ ഇൻ്റേണൽ എക്സാം ഉണ്ട് എനിക്ക്. നിമിഷ അവളുടെ നനഞ്ഞ മുടി കോതി സ്റ്റെപ്പ് കയറി പോകുന്നത് കണ്ടു. മഴ ചാറിക്കൊണ്ടേയിരുന്നു. നിനക്കോ നകുൽ? ഞാൻ നാളെയും കൂടെ ലീവ് ആക്കിയാലോ എന്നാ. അതെന്താ? നാളെ വൈകിട്ട് തിരിച്ച് കയറാച്ചാ, ഇല്ലെങ്കിൽ ബസ്സിൽ തിരക്കുണ്ടാകും. ശരി ശരി. കുറച്ചു നേരം അമ്മയുടെയും അച്ഛൻ്റെയും അടുത്ത് സംസാരിച്ച ശേഷം അവൻ മേലെ നിമിഷയുടെ അടുത്തെത്തി. സ്റ്റെപ്പ് കയറുമ്പോൾ ജനലിലൂടെ നോക്കി. എന്തൊരു മഴയാണിത്! ഇതിപ്പോഴൊന്നും നിൽക്കുന്ന മട്ടില്ല, വല്ലാത്ത തണുപ്പും.
മുറിയിലേക്ക് കയറിയതും അവൻ ടീഷർട്ട് ഊരിയിട്ട് പുതച്ച് കിടക്കാൻ ബെഡിലേക്ക് കയറി. അവൾ സ്റ്റഡി ടേബിളിലും. പഠിക്കാനുണ്ടോ? എന്നാൽ ഞാൻ ഉറങ്ങട്ടെ, നല്ല മഴ. ഷോ, എനിക്കും പഠിക്കാൻ തോന്നുന്നില്ല. എന്നാലേ ഇങ്ങോട്ട് വാ, വന്നിട്ട് ഇവിടെ കിടക്കാം മഴ തോരും വരെ. അയ്യടാ, എനിക്ക് പഠിക്കണം. ശരി, പഠിച്ചോ. ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞു. നിമിഷ കട്ടിലേക്ക് വരുന്നേയില്ല. നകുൽ കാലനകം കേൾപ്പിക്കാതെ നിമിഷയുടെ പിറകിലെത്തി. ഈ സ്റ്റോറിയുടെ ബാക്കി പോർഷൻ ഞാൻ 2 ദിവസത്തിനുള്ളിൽ ഇട്ടേക്കാം. അപ്പോൾ എല്ലാവർക്കും കഥ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വിത്ത് ലവ്, അലീന.